ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു യാത്രയുണ്ട്. നമ്മൾ കോട്ടയം വരെ പോവുക കേട്ടോ. രാവിലെ തന്നെ നമ്മളങ്ങനെ ഇറങ്ങി. ഞങ്ങൾ സുചി ചേച്ചിയും കൂടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. ശരവണയിലാണ് കയറിയത്. അപ്പോൾ അവരൊക്കെ മസാല ദോശയാണ് വാങ്ങിയത്. എനിക്ക് പൂരിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പൂരി കേട്ടോ വാങ്ങിയത്. ദേണ്ട കൈ പൊള്ളി ചൂടാണെന്ന് കേട്ടോ. ചൂടുണ്ടായിരുന്നേ, നന്നായിട്ട് കൈ പൊള്ളുകയും ചെയ്തു കേട്ടോ. കുഴപ്പമില്ലെന്ന് കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ പോയത് ഡെക്കാത്തലോണായിട്ടാണ്. നമുക്ക് കണ്ണന് പുറത്ത് കൊണ്ടുപോകാനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചേറെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കിട്ടി. നമ്മളതെല്ലാം വാങ്ങിച്ചു. അപ്പോൾ അവിടെ നിന്ന് വേണ്ട ഞാനും 2 ബാഗ് എടുത്തു കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ട് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നി. അങ്ങനെ നമ്മൾ ബില്ലടിക്കാനായിട്ട് പോവാം കേട്ടോ. പോകുന്ന വഴിക്കും എനിക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവാണ്, പക്ഷേ ഒന്നുമില്ലായിരുന്നേ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലുലുവിൽ കയറി. അവിടെ നമുക്ക് ട്രോളി ബാഗൊക്കെ എടുക്കണമായിരുന്നേ. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കും ഇഷ്ടപ്പെട്ട 2 കിട്ടി. ആ ഇരിക്കുന്ന 2 കേട്ടോ നമ്മൾ എടുത്തത്. പിന്നെ നമ്മൾ ബാക്കിയുള്ളതിൻ്റെയൊക്കെ വിലയൊക്കെ ചോദിക്കുവാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ അടിച്ച് പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറുവാണ്. എല്ലാം ഒരു കുടക്കയിൽ കിട്ടുമെന്ന് പറയുന്നത് എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഏറെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളും ഇതേപോലുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. നമ്മൾ അപ്പോഴത്തേക്കും നന്നായിട്ട് വിശന്നിരുന്നു. ഒരുപാട് സമയം ആയതുകൊണ്ടായിരിക്കും ഇതൊന്നും വാങ്ങിച്ചത് നമ്മൾ കഴിച്ചില്ലടോ. പക്ഷേ നമ്മൾ കളഞ്ഞൊന്നുമില്ല കേട്ടോ. നമ്മൾ പാഴ്സൽ ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു. ഈ ചൂടായതുകൊണ്ടായിരിക്കും ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ രാവിലെ അതിനകത്ത് കയറിയതാണ് കേട്ടോ. വൈകുന്നേരമായി ഇറങ്ങിയപ്പോൾ അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ പോകും.